കോപ്പി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് ഡാഷ്ബോർഡിൽ നിന്ന് ഓൺലൈൻ കോപ്പി ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യണം. ഓൺലൈൻ കോപ്പി ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 4 ഓപ്ഷൻസ് കാണിക്കും. ഓൺലൈൻ ഫയലിംഗ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇഷ്യൂഡ് ആപ്ലിക്കേഷൻസ് എന്ന്. അപ്പോൾ പുതിയതായിട്ടൊരു കോപ്പി ആപ്ലിക്കേഷൻ ഇടാനായിട്ട് ഓൺലൈൻ ഫയലിംഗ് സെലക്ട് ചെയ്യണം. അങ്ങനെ ഓൺലൈൻ ഫയലിംഗ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം ചോദിക്കുന്നത് ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന്. അത് കൊടുത്തു കഴിയുമ്പോൾ ഏത് കോടതിയിലാണോ നിങ്ങൾ ഈ കോപ്പി ആപ്ലിക്കേഷൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ കോടതി സെലക്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ അകത്ത് 3 സ്റ്റേജസ് വരുന്നത് ഫയലിംഗ് ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ്, പ്രിവ്യൂ. ഈ ഫയലിംഗ് ഡീറ്റെയിൽസിൽ നമ്മൾ ഈ കേസിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കേസ് ടൈപ്പ് ഏതാണ്, കേസ് നമ്പർ ഏതാണ്, അതേപോലെ തന്നെ കേസ് ഇയർ ഏതാണ്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. റൈറ്റ് സൈഡിൽ സർട്ടിഫൈഡ് കോപ്പിയാണോ, അതേപോലെ തന്നെ അർജൻ്റ് ആണോ, ഓർഡിനറി ആണോ. ഇപ്പോൾ ഇൻ കേസ് അർജൻ്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിരിക്കണം, ഒരു അർജൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് വേണം ഇവിടെ അർജൻറ്റ് സെലക്ട് ചെയ്യാനായിട്ട്. നോർമൽ വേറെ ഇതാണെങ്കിൽ നമ്മൾ ഓർഡിനറി സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് വരുമ്പോൾ ആർക്ക് വേണ്ടിയാണ്, നമ്മൾ പെറ്റീഷണർക്ക് വേണ്ടിയാണോ, റെസ്പോണ്ടൻറ്റ് വേണ്ടിയാണോ, ഫോർ ഹൂം എന്നത് സെലക്ട് ചെയ്യണം. പിന്നെ പേയ്മെൻറ്റ് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്ന്. ഓഫ്ലൈൻ ആണെങ്കിൽ ലൈക്ക് സ്റ്റാമ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഓഫ്ലൈനായിട്ടും, അല്ലാതെ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ അത് ഓൺലൈനായിട്ടും സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അടിയിൽ അതിൻ്റെ ഇ ഫയൽ നമ്പരും അതേപോലെ പെൻഡിങ് ആണോ ഡിസ്പോസ്ഡ് ആണോ എന്ന് കാണിക്കും. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ എത്ര കോപ്പി വേണമെന്നുണ്ടാവും, അതും എത്ര വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചും അതിൻ്റെ താഴെ അപ്പോൾ അതിൻ്റെ ഫീ ഒക്കെ കാണിക്കും. നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം. അങ്ങനെ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളിപ്പം ഓൺലൈനാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഗോ ടു പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഗോ ടു പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഓൺലൈൻ പേയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ഏത് പ്ലാറ്റ്ഫോം വഴിയാണോ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. ഇപ്പം പേയ്മെൻറ്റ് ഗേറ്റ്വേ 2 ആണെങ്കിൽ അല്ലെങ്കിൽ 3 ആണെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്ത് നോർമലി ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഒരു റെസിപ്റ്റ് കാണിക്കും. അതിൻ്റെ അടിയിൽ പ്രിൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സേവ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് ബാക്കിലേക്ക് വരുമ്പോൾ ഫൈനൽ സബ്മിറ്റിൻ്റെ ഓപ്ഷൻ കാണും. നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പം ആപ്ലിക്കേഷൻ ഫയൽഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ കോപ്പി ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി. പിന്നീട് ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൺലൈൻ ഫയലിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ വേറെയും ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നൊരു ഇത് കണ്ടു. ആ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു വ്യൂ മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഫയൽ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ റെസിപ്റ്റും കാര്യങ്ങളും വേണമെങ്കിൽ അതുൾപ്പെടെ അവിടെ കാണാൻ പറ്റും. പിന്നെ ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷനാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്ത കേസിൽ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ഒരു സ്റ്റക്കായിപ്പോയി, അപ്പോൾ നമ്മൾ പിന്നീട് ബാക്ക് അടിക്കുമ്പോൾ നേരെ ഫൈനൽ സബ്മിറ്റിൻ്റെ ഒരു ഓപ്ഷനാണ് വരുന്നത്. ആ കേസിൽ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് കൊടുത്തേച്ചും ഈ ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷന് വരുവാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആവാഞ്ഞ പേയ്മെൻറ്റ് ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.